ഇന്ന് ഞാനുള്ളത് പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ അബ്ദുറഹ്മാൻഖാന്റെ വീട്ടിലാണ് ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പൊ എത്ര ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടില്ല. ആദ്യം നിങ്ങൾ യൂസ് ചെയ്തിരുന്നത് ഇതാണോ? ഈ ടാങ്കാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പിന്നീട് നേരെ സ്റ്റീലിലേക്ക് മാറി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റീലിലേക്ക് മാറിയതിന്റെ ശേഷം എങ്ങനെയാണ് നിങ്ങളെ ഇതുള്ളത്? അതുകൊണ്ട് നമുക്ക് സേഫാണ്, നല്ല വെള്ളം കിട്ടുന്നുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല മറ്റുള്ള ടാങ്കിനേക്കാളും മറ്റുള്ള ടാങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ചീത്താവും, ഈ മറ്റേ ഫംഗസ് വന്നിട്ടുണ്ട്. ഇതിപ്പോ എന്താ UV പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ഫംഗസ് വരെ ചളി പിടിക്കൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചെന്ന പോലെ നിങ്ങൾക്ക് ഡ്രൈനേജ് താഴെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാല് മാസത്തിൽ 1 ടൈം അല്ലെങ്കിൽ 2 ടൈം കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതായിട്ട് പോകില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ ഒരു മാസത്തോളമായി വെച്ചിട്ട് ഓക്കെ, വെള്ളം ചൂടാവുന്നുണ്ടോ? അതാണ് പല ആളുകൾക്കുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു സംശയമാണ്. സ്റ്റീല് ടാങ്ക് വെച്ച് കഴിഞ്ഞാല് കിണറ്റിന്ന് കിട്ടുന്ന അതേ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അതിന്റെ ഉദാഹരണമാണ്. ഇപ്പൊ ഇതിന്റെ മുകളിലൊന്ന് കൈ വെച്ച് നോക്കൂ, നല്ല കൂളിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതേ നല്ല കൂളിംഗ് ഉള്ള വെള്ളം, നല്ല കൂളിംഗ് ഉള്ള കിട്ടുന്ന അതേ എഫക്റ്റ് ആണ് കിട്ടുന്നുണ്ട്. അതിൽ യാതൊരു വ്യത്യാസമില്ല. ഇപ്പൊ ഈ വെള്ളം തന്നെയല്ലേ ഇപ്പൊ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്? അതെ, ആദ്യം നമ്മളിപ്പോ ഈ ടാങ്കാണ്, അത് കഴുകേണ്ട കാര്യങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സംഗതി പെർഫെക്റ്റ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഇനി ടാങ്ക് മാറ്റുമ്പോൾ എല്ലാ സ്റ്റീൽ ടാങ്കും നല്ല ക്വാളിറ്റിയിൽ ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ 304 തന്നെ ഉള്ളത് ഗ്രേഡ് നോക്കണം. അതുപോലെ ഇത് നമ്മൾ 304 ഗ്രേഡിലാണ്. അത് ഫുഡ് അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള ഒരു ഗ്രേഡാണ് 304. അപ്പോൾ ആ 304 ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. എക്കോസ്റ്റാർ കമ്പനി ചെയ്യുന്നത് എല്ലാം പ്രീമിയം ക്വാളിറ്റി മാത്രമാണ്. നമ്മൾ അതായത് ഒരു ലോക്കൽ ക്വാളിറ്റി എന്നുള്ളതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിന് ഒരു 10 വർഷം വാറണ്ടി അല്ലെങ്കിൽ അതിന് കൂടുതൽ വാറണ്ടി നമുക്ക് കിട്ടിയപ്പോറില്ല. 10 വർഷമല്ല, ഇത് ഒരു ലൈഫ് ടൈം പ്രൊഡക്റ്റ് ആണ്. പക്ഷെ 1-2 കാര്യങ്ങളാണ് മെയിൻ്റെനൻസ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഡ്രൈനേജ് ക്ലീനിങ് ആണ്. ഡ്രൈനേജ് ക്ലീനിങ് നമ്മൾ താഴത്തുള്ള വാൾവ് കൃത്യമായിട്ട് 1 മാസത്തിൽ 2 മാസത്തിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ആ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കി കളയാം. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാസം കഴിഞ്ഞാൽ പക്ഷെ വേസ്റ്റ് കാണുന്നില്ലല്ലോ. ഇല്ല, അത് വെള്ളം, നിങ്ങളെ വെള്ളം അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. ആ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിന്റെ വേസ്റ്റ് ഇല്ല. വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ടാങ്കിലേക്ക് സൂര്യന്റെ വെളിച്ചം കയറുമ്പോൾ അതിൽ നിന്നാണ് അത് ഫംഗസും പൂപ്പലായിട്ട് വരുന്നത്. അല്ലാതെ നമ്മുടെ വെള്ളത്തിന്റെ പ്രശ്നമല്ല. അപ്പൊ അത് ആളുകൾക്ക് ഇപ്പോഴും പ്ലാസ്റ്റിക് ടാങ്ക് വെച്ചിട്ട് ഉദ്ദേശിച്ചല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ എക്കോസ്റ്റാർ കമ്പനിയിലാണ് നിങ്ങൾ അബ്ദുറഹ്മാൻഖ ഉപയോഗിച്ചിട്ട് വെച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് അല്ലേ? ഇപ്പൊ എക്കോസ്റ്റാറിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു ടാങ്ക് ഉള്ളിടത്തോളം കാലം നമ്മളെ അടുത്തുനിന്ന് എന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷികളെ വേസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ വേസ്റ്റിനെ നമ്മൾ ഒരു 2 മാസം കൂടുമ്പോ ഇതിന്റെ പുറം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആസിഡ് ടൈപ്പാണ് ഈ പക്ഷികളെ വേസ്റ്റ് ഒക്കെ വരുന്നത്. അത് ഇതിനെ തുരുമ്പിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വെള്ളം നനയ്ക്കുക, ഒരു കോട്ടന്റെ തുണി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുത്താൽ ഈ ഒരു ഫിനിഷിങ് നമുക്ക് ലൈഫ് ടൈം കിട്ടും. കണ്ടോ? ഈ ഒരു ഫിനിഷിങ് ലൈഫ് ടൈം കിട്ടും.